ഇന്നത്തെ അറിയിപ്പുകൾ. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണം ആനുകൂല്യം 33.92 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചതായി ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. ഓണക്കാലത്ത് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി സർക്കാർ ആനുകൂല്യ പ്രഖ്യാപനം. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവ ബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായും ഇതിനായി 33.92 കോടി രൂപ അനുവദിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ സാലറി അഡ്വാൻസും 3,000 രൂപ ഉത്സവ ബത്തയും ലഭിക്കും. കൂടാതെ അർഹതയുള്ള ജീവനക്കാർക്ക് ബോണസും ലഭിക്കുന്നതാണ്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപ ഉത്സവ ബത്തയായി ലഭിക്കും. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പെൻഷൻകാർക്ക് 1,250 രൂപ ഓണം ഉത്സവ ബത്തയായി അനുവദിച്ചിട്ടുണ്ട്. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണം അഡ്വാൻസ് നൽകാൻ 21.5 കോടി രൂപ KSRTCക്ക് മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് അനുവദിക്കുന്നത്. പെൻഷൻകാർക്ക് 1,250 രൂപ ഉത്സവ ബത്ത നൽകുന്നതിന് 5.32 കോടി രൂപയും പ്രത്യേക ധനസഹായമായി മന്ത്രിസഭ KSRTCക്ക് അനുവദിച്ചു. KSRTCയിൽ പെൻഷൻകാർക്കുള്ള ഓണം അലവൻസ് 2019 ശേഷം ആദ്യമായാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോത്രവിഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകർക്ക് പുതിയ അവസരമൊരുക്കി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സംരംഭകത്വത്തിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാനും ആശയങ്ങളെ ബിസിനസ്സുകളാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയവും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് ആധുനിക ബ്രാൻഡിംഗ് നൽകി അന്താരാഷ്ട്ര വിപണി കണ്ടെത്തും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സഹകരണം ഇതിനായി തേടും. രാജ്യത്തെ 1000 ഗോത്ര സംരംഭകരെ കണ്ടെത്തി അതിൽ മികച്ച 100 സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നതാണ് പദ്ധതി. സംരംഭം ആരംഭിക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായവും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാക്കും. സാങ്കേതിക വിദ്യയും പുതുമയുള്ള ആശയങ്ങളും അടിസ്ഥാനമാക്കി സംരംഭങ്ങൾ വളർത്തിയെടുക്കാനും പദ്ധതിക്ക് ലക്ഷ്യമുണ്ട്. കേരളത്തിലെ ഗോത്ര മേഖലകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം യുവാക്കൾക്ക് സ്വയം തൊഴിൽ സാധ്യതകൾ ഒരുക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ആശയങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ പിന്തുണ ലഭ്യമാക്കുന്നതിലൂടെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ശാക്തീകരണത്തിനും പദ്ധതി വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.